അതേപോലെയുള്ള പലരും ഈ രംഗത്ത് വരാനുള്ള കാരണം ഞങ്ങളെ പഠിപ്പിച്ച സദുസ്താദന്മാരൊക്കെ എന്നെ കയ്യോടെ പിടിച്ചിട്ട് സദുസ്താദാണ് പള്ളിയിൽ കൊണ്ടുപോയി പള്ളി പഠിച്ച് ചേർത്തത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാകുമ്പോന്നില്ല വേറെ ഏതെങ്കിലും നമ്മെ അഭിസംബോധന ചെയ്യും മുഖ്യ പ്രഭാഷണം. السلام عليكم ورحمة الله وبركاته. الحمد لله صدق الله مولانا العلي العظيم. സ്നേഹധന്യരായ നമ്മുടെ ഈ അനുഗ്രഹീതമായ ചടങ്ങിൽ സന്നദ്ധാനം നിർവഹിച്ച അഭിനന്ദനായ തങ്ങളവരുടെ ജില്ലാഭിനന്ദനങ്ങളെ നമ്മുടെ ഈ വേദിയിൽ സന്നദ്ധാന പ്രഭാഷണം പ്രൗഢമായി നിർവഹിച്ച സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ ഉപാധ്യക്ഷനും നമ്മുടെയൊക്കെ പ്രിയങ്കരനും തലയെടുപ്പുള്ള പണ്ഡിതവര്യവരുമായ MT അബിയ മുസ്ലിയാർ അവർ നമ്മുടെ ഈ വേദിയിൽ ദുആ നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചെത്തുന്ന ബഹുമാനപ്പെട്ട അപ്പോൾ തങ്ങൾ അവർ നമ്മുടെ ബഹുമാന്യരായ സ്ഥാനം വഹിക്കുന്ന അഭിനന്ദനായ മനോഹരമായ ആശംസാ പ്രഭാഷണം ലഘുവായ വായന നിർവഹിച്ച നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ സാരഥി അഭിനന്ദനായ AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട പയ്യപ്പൻ, നമ്മുടെ ഈ വേദിയിലും സദസ്സിലുമൊക്കെയായി നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സമ്മേളനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വേണ്ടി ഒരുമിച്ച് കൂടിയുള്ള അഭിനന്ദനായ പണ്ഡിതന്മാർ, ബഹുമാന്യരായ താലിമീലും വിശിഷ്യ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തിറങ്ങുന്ന അനുഗ്രഹീതരായ യുവ പണ്ഡിതന്മാരെ, കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും മറക്കാർ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ 10ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് 1ാം സന്നദ്ധാന മഹാസമ്മേളനം 6 പണ്ഡിതന്മാരെ സമൂഹത്തിന് സംഭാവന ചെയ്തുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് സാധ്യമായി. അൽഹംദുലില്ലാഹ്. ഇത്രയും വലിയ ഒരു കർമ്മ നിർവഹണത്തിന് ഇക്കാലം അത്രയും ഈ സ്ഥാപനത്തോടൊപ്പം നിന്നവരും പ്രവർത്തിച്ചവരും നേതൃത്വം കൊടുത്തവരുമായ എല്ലാ നല്ലവരായ സഹോദരങ്ങൾക്കും അർഹമായ തമ്പുരാൻ അർഹതപ്പെട്ട പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ എന്റെ ബഹുമാന്യ സുഹൃത്ത് ഹുസൈൻദാനിയുടെ ക്ഷണപ്രകാരം ഇവിടെ വന്നിട്ടുണ്ട്. ആ കാര്യം ഞാൻ ഓർമ്മിക്കുകയും ഇന്ന് വളരെ പ്രമുഖമായ ഒരു ചടങ്ങിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ എനിക്ക് സാധ്യമായി. ഈ സന്തോഷം നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് പ്രത്യേകിച്ച് പങ്കെടുക്കാൻ എന്നെ വളരെ പ്രേരിപ്പിച്ച ബഹുമാന്യരായ നമ്മുടെ കല്ലടക്കയിലെ അബൂബക്കർ ഹാജിയും അതുപോലെ തന്നെ ഉസ്മാൻ ഹാജിയും ഒക്കെ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനത്തിന്റെ പരിപാടി നിർബന്ധമായും പങ്കെടുക്കണം എന്ന് വളരെ നേരത്തെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി സംവദിക്കുന്നതിന് ഒട്ടേറെ ആലിമീകളും മഹാന്മാരും ഒക്കെ നമ്മുടെ വേദിയിലും ഈ സദസ്സിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ താക്കോസാദിന്റെ പ്രസംഗം വരെ നടന്നിട്ടില്ല. നിങ്ങളൊക്കെ അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അമിതമായി ദീർഘിപ്പിക്കാതെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടുള്ള ആ കടമ നിർവഹിക്കുന്നതിന് വേണ്ടി മാത്രം ഏതാനും ചില വാക്കുകൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മെ ബോധ്യപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ആമുഖമായി ഞാൻ സൂചിപ്പിച്ചത്. ഈ ഭൂമുഖത്തൊരു മനുഷ്യൻ നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചുമതലപ്പെടുത്തിയ ഏക ദൈവത്വത്തിന്റെ സൈദ്ധാന്തിക ദർശനം ഉൾക്കൊണ്ട് ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുകയും ചെയ്യലാണ്. ഒരു മനുഷ്യനെ ഭൂമിയിൽ നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യം അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ആ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ അറിവുകളും അതിനു വേണ്ടിയാണ്. അത് നിർവഹിക്കാനാണ് ഒരു മനുഷ്യന്റെ ജീവിത പ്രവർത്തനത്തിന്റെ മുഖ്യ ലക്ഷ്യമെങ്കിൽ ഓർക്കണം. ഈ 2 കാര്യത്തെ കുറിച്ചാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഏകനാണ് എന്ന് അറിയണമല്ലോ. നമ്മൾ അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. പടച്ചറപ്പ് സാക്ഷി നൽകുന്നു. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അവൻ ഏകനാണ് എന്ന വിഷയത്തിൽ പടച്ചതമ്പുരാനാണ് സാക്ഷി. അള്ളാഹുവാണ് സാക്ഷി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വത്തിന് ആദ്യത്തെ സാക്ഷി പടച്ചതമ്പുരാൻ. പിന്നീട് അള്ളാഹു ആരെയാണ് സാക്ഷി നൽകുന്നത്? മലക്കുകളെ. ഒന്ന് അള്ളാഹുവാണ്, മറ്റൊന്ന് മലക്കുകളാണ്. പരിശുദ്ധ ഖുർആൻ പറയും. അപ്പോൾ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ ആദ്യ സാക്ഷി അള്ളാഹുവാണ്, 2ാം സാക്ഷി മലക്കുകളുമാകുമ്പോൾ ഇത് രണ്ടും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രാപ്യമല്ല.
അള്ളാഹുവിലും മലക്കുകളിലും അചഞ്ചലമായ വിശ്വാസമുള്ളവരാണ് നമ്മൾ. അവരെ നമ്മൾ കാണുന്നില്ല. അള്ളാഹുവിനെ കാണണമെന്ന ആഗ്രഹം അമിതമായി നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാലാഖമാരെ ചില പദവികളിലേക്ക് എത്തിയവർ മാത്രമേ കണ്ടുള്ളൂ. എങ്കിൽ ഓർക്കണം, അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന് കണ്ട ഒരു സാക്ഷിയുണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തിന്. അതാണ് പടച്ചവൻ പറയുന്നത്, ഇൽമുള്ള ആളുകൾ ആലിമീങ്ങൾ അള്ളാഹുവിന്റെ ഏകത്വത്തിന് അള്ളാഹുവിനെ പോലെ മലക്കുകളെ പോലെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു സാക്ഷി, നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സാക്ഷി, അത് തീർച്ചയായും ആലിമാണ്. ഈ ലോകത്തൊരു മനുഷ്യരെ നിർവഹിക്കാനുള്ള വലിയ ദൗത്യം ഈ തൗഹീദ് ഉൾക്കൊള്ളലും ആ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലുമാണെങ്കിൽ അതവൻ പഠിക്കേണ്ടത് ആലിമിൽ നിന്നാണ്, അതവൻ ഉൾക്കൊള്ളേണ്ടത് ആലിമിൽ നിന്നാണ്. അള്ളാഹു പഠിപ്പിച്ചു, അള്ളാഹു അതിന് അള്ളാഹുവിന്റെ സാക്ഷി നടത്തി, അവന്റെ മലക്കുകളെ സാക്ഷി നടത്തി പിന്നെ നിർത്തുന്നു. അള്ളാഹുവിന്റെയും മലക്കുകളുടെയും കൂടെ ഈ വലിയ പദവി അള്ളാഹു ആലിമീകൾക്കാണല്ലോ നൽകിയിട്ടുള്ളത്. ഒരു മഹാപണ്ഡിതൻ നല്ലവനായ ആലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചു, ആകാശത്തിന്റെ താഴത്ത് താമസിക്കുന്നവൻ ആരാകട്ടെ, ഈ ആകാശം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഒരുപോലെയാണ്. ഇമാം മുസാലി തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ ഒരുപോലെയാണ്. അവിടെ മാപ്പിലുള്ള ഇന്ത്യയുടെ അതിർത്തിയില്ല, അവിടെ അമേരിക്കയെന്നോ ഏതെങ്കിലും രാജ്യമെന്നോ ഉള്ള യാതൊരു താല്പര്യമില്ല. അതാണ് നമ്മുടെ ലോകത്ത് മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ വിഷയം. അത്ര വലിയ ആലിമിന്റെ പദവി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിനെ നോക്കിക്കൊണ്ട് ഹജ്ജിന് പോയവരാ അവർ ഇസ്ലാം കാലത്ത് ഒന്ന് നിർവഹിക്കാൻ പരിശുദ്ധ മക്കയിലേക്ക് യാത്ര ചെയ്തേ പറ്റൂ. അവൻ എവിടെ ഒരു ഭൂമിയിൽപ്പെട്ടാലും ശരി, ഈ സൂര്യന്റെ ചലനം നോക്കി അവൻ ശരിക്കും നിർണയിച്ചുകൊണ്ട് കിബില കണ്ടെത്തണം. നമ്മുടെ പഴയ കാരണവന്മാര് എഴുതി പഠിക്കാൻ ഭാഷ അറിയാത്ത കാലത്ത് പാടി പഠിച്ചു. ചിങ്ങം രണ്ടിലും അവരിങ്ങനെ അടിക്കണക്ക് പേര് ശരിക്കും പഠിച്ചു. അത് വായ്പാട്ടാണ്, അന്ന് അവർക്ക് എഴുതാൻ അറിയില്ല. ആ വരമൊഴിയിൽ ശരിക്കും പഠിച്ചപ്പോൾ വായ്മൊഴിയിൽ അവർ പഠിച്ചുകൊണ്ട് ശരിക്കും അവർ കണക്കാക്കി. ലോകത്ത് നമ്മൾ എവിടെ പെട്ടാലും നക്ഷത്രങ്ങൾ നോക്കി ദിശ കണ്ടുപിടിക്കേണ്ട നമ്മൾ എവിടെ പെട്ടാലും അപ്പൊ ഗവേഷണം നമ്മുടെ കൂടപ്പുറപ്പാണ്. നമ്മൾ ഗവേഷണം കൂടപ്പുറപ്പാകുമ്പോ ഭൗതിക വിദ്യ പഠിച്ചേ പറ്റൂ. അത് പ്രത്യേകമായി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമല്ല, അത് നമ്മുടെ ഭാഗമാണ്. ലോകത്ത് നമ്മളല്ലേ ഭൗതിക വിദ്യക്ക് വലിയ പ്രാധാന്യം കൊടുത്ത ആളുകൾ. കടലുകളിൽ സഞ്ചരിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾ നിയമം പാസ്സാക്കിയിരുന്നു. പണ്ഡിറ്റ് നെഹ്റു വിദേശത്തിൽ പോയി പഠിക്കാൻ പോകുമ്പോ നെഹ്റുവിന്റെ വീട്ടിന്റെ പഠിപ്പ് ചെന്നിട്ട് പറഞ്ഞു, നെഹ്റുജി മതത്തിന്റെ തെറ്റുകൾ തകർത്തത് കടൽ കടന്ന റൈത്തമാകും. നെഹ്റു പറഞ്ഞു, ഞാനത് മാനിക്കില്ല. അത് പോയി പഠിച്ചു വന്ന് അന്താരാഷ്ട്ര പ്രസിദ്ധരായി. ഇന്ന് നമ്മളോ കടൽ കടക്കാൻ പാടില്ലെന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരു സമുദായം പറയുമ്പോ നമ്മൾ കടലിൽ സഞ്ചരിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. അതാണ് അമീറുൽ ബഹർ. അമീറുൽ ബഹറാണ് പിന്നെ ബ്രിട്ടീഷുകാർ അഡ്മിറൽ എന്ന് പ്രയോഗിച്ചത്. അഡ്മിറൽ അതാണ് അമീറുൽ ബഹർ. നമ്മൾ കടലിന്റെ അമീറായിരുന്നു. നമ്മുടെ ഈ ലോകത്തോ സഞ്ചാര സാഹിത്യം എഴുതിയവരാ. ഇന്ത്യക്ക് പോലും ഒരു ചരിത്രം എഴുതി കൊടുക്കാൻ അബൂ റൈഹാൻ അൽബറൂനി വരേണ്ടി വന്നു. അബൂ റൈഹാൻ അൽബറൂനിയുടെ ചരിത്രമാണ് ഇന്ത്യയുടെ തഹ്ഖീഖുമാലിൽ ഹിന്ദ്, ഇന്ത്യയുടെ ആ ചരിത്രം. നമ്മുടെ ഈ നാടിന്റെ ചരിത്രം നോക്ക് നിങ്ങൾ. ഇതിലൂടെ കടന്നുപോയ ഇബ്നു ബത്തൂത്ത എഴുതിയിട്ടുണ്ട്. ഏഴിമലയിൽ മുതഅല്ലിമീങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച കഥ ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട്. സർ വില്യംസ് പറയുന്നത് 27ഓളം പണ്ഡിതർമാർ പൊന്നാനിയിൽ കണ്ട കഥ. എന്താ അവർ പറഞ്ഞത്? മുസ്ലിങ്ങളുടെ സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രമാണത് എന്നാണ് അവർ പറഞ്ഞത്. മുസ്ലിങ്ങളുടെ കൾച്ചറിന്റെ പ്രഭവ കേന്ദ്രം ഏത്? പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള മതപ്രബോധനം, മതപഠനം. ഈ മുതഅല്ലിമീങ്ങൾ അവരാണ് സംസ്കാരം പ്രചരിപ്പിച്ചവർ, അവരാണ് സംസ്കാരത്തിന്റെ ചൂട് പിടിച്ചവർ, അവരാണ് സമൂഹത്തിന് സംസ്കാരത്തിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തവർ. ലോകം ധർമ്മച്യുതിയിലേക്ക് മൂത്തി വീഴുമ്പോ കൈപിടിച്ച് മനുഷ്യ സമൂഹത്തെ ഉയർത്തേണ്ട വലിയ ദൗത്യം നമ്മുടെ കയ്യിലാണ്. ആ ദൗത്യം ഈ പണ്ഡിത പ്രതിഭകളുടെ കയ്യിലാണ്. നമ്മുടെ പൂർവികർ ലോകത്ത് കാഴ്ചവെച്ച ഈ ഇൽമിന്റെ അപാരമായ മുന്നേറ്റം ശരിക്കും അല്പം പുറകോട്ട് പോയി നമ്മുടെ കയ്യിൽ നിന്ന് വലിയ വലിയ തഹ്ഖീഖിന്റെ പണ്ഡിതന്മാരുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. പോയവർക്ക് വലിയൊരു കടന്നു വരുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കുന്നു. നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമുണ്ടായ വളരെ സംശുദ്ധമാനങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ തർക്കമില്ല. ബഹുമാനപ്പെട്ട കന്യാപ്രസാദ് പദവി കൊടുത്തുകൊണ്ട് തർക്കമില്ലെന്ന കാരണം ആ മഹാന്മാരെ കുറിച്ച് ജനങ്ങൾക്ക് അത്രയും വലിയ വിശ്വാസമായിരുന്നു. ആ അടിസ്ഥാനപരമായ വിശ്വാസം, ആ പാണ്ഡിത്യം, ആ വ്യക്തിത്വം, പാണ്ഡിത്യത്തിന്റെ ഗരിമ കാണുന്നത് വ്യക്തിത്വത്തിലാണ്. പണ്ഡിതനായി അല്ലെങ്കിൽ പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് കാര്യങ്ങളുടെ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വം അതൊരു വല്ലാത്ത സംഭവമല്ലേ. ആ വ്യക്തിത്വത്തെ ശരിക്കും നമ്മൾ മാനിക്കേണ്ട അദ്ദേഹത്തിന്റെ സൂക്ഷ്മത. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ടവർ ഇടപെടുമ്പോഴുണ്ടാകുന്ന സൂക്ഷ്മതയുടെ ആഴമത്ര. എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിന്റെ ന്യായാന്യായങ്ങൾ ശരിക്കും ചോദിക്കുമ്പോൾ പഠിക്കും, മനസ്സിലാക്കും. 10 രൂപ കൊടുത്തു നോക്കാം. ബഹുമാനപ്പെട്ടവർക്ക് 10 രൂപ കൊടുത്താൽ എന്തെങ്കിലും തന്നു എന്ന് ചോദിക്കും. ആ മഹാനുഭാവൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചാൽ അദ്ദേഹത്തിന്റെ നിബന്ധനകൾ പറയുന്ന കൂട്ടത്തിൽ എന്താ പറയാ? ഹലാലായ ഭക്ഷണം തരണമെന്ന് പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുന്നത് പലപ്പോഴും
പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട് ഉദ്ഘാടനത്തിന് വേണ്ടി വീടിനെ കുറ്റൂസായ എന്നൊക്കെ പറയും, ഹൗസ് വാമിംഗ് എന്ന് പറയും, കുടിയിരിക്കൽ എന്നൊക്കെ പറയും. അതിന് ക്ഷണിക്കാതിരുന്നപ്പോ ഉസ്താദ് ആദ്യം വീടിന്റെ വില ചോദിച്ചു, ഇത്ര ലക്ഷം എന്ന് പറഞ്ഞു. പിന്നെ ജോലി എന്താന്ന് ചോദിച്ചു, നിനക്ക് എത്ര ശമ്പളം എന്ന് ചോദിച്ചു. ഗൾഫിലാണെങ്കിൽ ശമ്പളമല്ല, അവനാണെങ്കിൽ ഭാഗം ഷെയ്ഖായിട്ട് ഒരുപാട് ശിഷ്യന്മാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ആ ഒരു പറക്കത്ത് മാത്രം മതി. ബഹുമാനപ്പെട്ട ജ്ഞാനബുദ്ധനായിരുന്ന വലിയ പണ്ഡിത കേസരിയായിരുന്ന ശംസുൽ ഉലമ എന്ന മഹാനുഭാവന്റെ ആ ഇമാമുൽ ഉമ്മയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സ്ഥാപനത്തെ സഹായിച്ചവരെ അല്ലാഹു ഉയർത്തുമാറാവട്ടെ എന്ന ഹൃദയ നിർഭരമായ പ്രാർത്ഥനയോടുകൂടി ഞാൻ നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട പുത്തൂർ തങ്ങളിലൂടെ ജബ്ബാർ ഉസ്താദിലൂടെ ഈ സമൂഹത്തിന്റെ അരികിലൂടെ നിലനിൽക്കാൻ പോകുന്ന ഈ സമയം നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രയാസപ്പെട്ടവർ, മനസ്സ് വേദനിച്ചവർ, ഇതാകുമോ ആകില്ലയോ എന്ന് ചിന്തിച്ചവർക്കൊക്കെ ഇന്നത്തെ ദിവസം MT ഉസ്താദിന്റെ അതുപോലെ തന്നെ AV ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ എല്ലാവരുടെ പ്രത്യേകിച്ച് കുംഭോത്സവ അവസാനമെത്തി നമുക്ക് ആശീർവദിച്ച് കഴിഞ്ഞു പോയി. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട കൗസരിമാരോട് നേരത്തെ ഉസ്താദന്മാർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് മുതൽ നിങ്ങൾ അച്ചടക്കത്തോടുകൂടെ, ഞങ്ങൾ സാമാന്യ കുട്ടികളല്ല, ഒരു യാസിർ അറാഫത്തല്ല, ഞാനൊരു അബ്ദുൽ സത്താറല്ല, ഞാനൊരു സാമാന്യ അനീസല്ല. ഈ ഉമ്മത്ത് വലിയ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഈ സമൂഹത്തിന് സേവനം ചെയ്യാൻ പറ്റിയ അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു ഖാദിമാണ് എന്ന ഓർമ്മയിലൂടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ബഹുമാനപ്പെട്ട ഖാദി ഉസ്താദ് അവർകളെ ആദരപൂർവ്വം കാരണമെന്തേ ഇത്തരം കാരണം വലിയ അവർക്ക് വരുന്ന ഇതാണ്. സമത് പൂന്തൂർനെ പോലെയുള്ള പ്രാസംഗികന്മാർക്ക് എപ്പോഴും ലാസ്റ്റിലെ പ്രസംഗം കിട്ടും. എല്ലാവരും പ്രസംഗം കേൾക്കാൻ പിടിക്കപ്പെട്ടവർ അതേ ഞങ്ങളെ തോർത്തോസ്താദ് മകനെ പോകരുത്. കാരണം എല്ലാവരും ബഹുമാനിച്ച് അധ്യക്ഷനായി ലാസ്റ്റ് നാലാളികൾ എന്തെങ്കിലും ഇന്ന് ഇവിടെ നിന്ന് ബിരുദം വാങ്ങിപ്പോകുന്നു നമ്മൾക്ക് സൂചിപ്പിച്ചു തരികയാണ്. എന്നാൽ ഒരു പണ്ഡിതൻ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ അവന് ഈ ലോകത്ത് മഹാരാജാവിനെ പോലെ ജീവിക്കാൻ കഴിയും. ആരും നിങ്ങളെ ദാരിദ്ര്യം കൊണ്ടിട്ട് ഭയപ്പെടുത്തപ്പെടാതിരിക്കട്ടെ. ഒരിക്കലും അതായത് അല്ലാഹു അവിടുത്തെ നബിയും കൽപ്പിച്ചതുപോലെ പണ്ഡിതൻ എങ്ങനെ നിൽക്കണമെന്ന് അവർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അവർ നിന്നിട്ടുണ്ടെങ്കിൽ നാം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ഭൗതികമായ സംബന്ധിച്ചിടത്തോളം, ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, അതേപ്രകാരം ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതേപ്രകാരം ഇവിടെ എത്തുകൊണ്ടിട്ട് ഇങ്ങനെ ഇതിനെയൊക്കെ അത്ഭുതം കൊണ്ട് നോക്കി നിൽക്കുന്ന ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. يا رسول الله سلام عليك. يا حبيب الله سلام عليك. يا رسول الله سلام عليك. يا حبيب الله سلام عليك. أنت شمس الضحى أنت بدر الدجى أنت صادر العلا أنت نور الهدى. يا رسول الله
الله سلام عليك يا حبيب الله سلام